കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തൻ്റെ ക്രൂശീകരണത്തോടടുക്കുന്ന സമയത്ത് ഗെത്സമന എന്ന തോട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോവുകയാണ്. കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ ശിഷ്യന്മാരുമുണ്ട്. പലപ്പോഴും പല ആവർത്തി ആ തോട്ടത്തിൽ കടന്നുപോയിരുന്നു. ഇവിടെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശുവും ശിഷ്യന്മാരും കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മർക്കോസ് എഴുതിയ സുവിശേഷം 14:32 മുതൽ അവിടെ ഈ തോട്ടത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നു ഗെത്സമന തോട്ടം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിലും ഗെത്സമന തോട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവ് പ്രധാന ശിഷ്യന്മാരായിരിക്കുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെ മുൻപോട്ട് കൊണ്ടുപോയി അവരെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഒരു കല്ലേറ് ദൂരെ കർത്താവ് കടന്നുപോയി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുക. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മുന്നറിയിപ്പെന്ന വണ്ണം. പരീക്ഷയിൽ അകപ്പെട്ടു പോകരുത്, അല്ലെങ്കിൽ പരീക്ഷകനാൽ പിടിക്കപ്പെടാതിരിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22:40 നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷകനാൽ പിടിക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ ജാഗരിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, പ്രാർത്ഥനയിൽ പോരാടണം. കർത്താവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തി. പരീക്ഷകൻ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, ആത്മാവ് ഒരുക്കമുള്ളത്, പക്ഷേ ജഡമോ ബലഹീനമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷകനെ ജയിക്കണമെങ്കിൽ പ്രാർത്ഥന എന്ന ആയുധമേ ഒരു ദൈവവിധനുള്ളൂ. അവൻ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ പരീക്ഷകൻ പരാജയപ്പെടും. അവൻ്റെ അധികാരങ്ങൾ, തന്ത്രങ്ങൾ, ഉപായങ്ങൾ, അവൻ ഒരുക്കിയിരിക്കുന്ന കെണികൾ, അവൻ എവിടെ വീഴിക്കുവാൻ ശ്രമിച്ച് അടുത്തു വരുന്നു, ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോകും. കാരണം പരീക്ഷണങ്ങളെ ജയിക്കുവാൻ ശക്തിയുള്ളതാണ് പ്രാർത്ഥന എന്ന ആയുധം. കർത്താവരെ മുന്നറിയിപ്പെന്ന വണ്ണം അറിയിച്ചു. കർത്താവ് തുടർന്ന് പ്രാർത്ഥനയിൽ ജാഗരിക്കുകയാണ്. 22:43 പറഞ്ഞിരിക്കുന്നത്, കർത്താവിനെ പ്രാർത്ഥനയിൽ ശക്തീകരിക്കുവാൻ ദൈവദൂതൻ്റെ സാന്നിധ്യം, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. അപ്പോൾ പ്രാർത്ഥന കഠിനമേറിയൊരു പ്രാർത്ഥനയാണ്. അഭിമുഖീകരിക്കേണ്ടത് വലിയൊരു കാര്യമാണ്. മാനവകുലത്തിൻ്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് കാൽവറി യാഗമായി തീരാൻ പോകുകയാണ്. തൻ്റെ ശരീരത്തിലെ രക്തം മുഴുവനും പാപപരിഹാരത്തിന് വേണ്ടി കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ സംസാരിക്കുക. മനുഷ്യൻ എന്ന നിലയിൽ ക്ഷീണിക്കാം, എന്നാൽ സ്വർഗത്തിലെ ദൂതനിറങ്ങി ശക്തീകരിക്കാൻ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ, ക്ഷീണം വരുമ്പോൾ ശക്തീകരിക്കുവാൻ തൻ്റെ പൈതലിന് വേണ്ടി സ്വർഗത്തിലെ ദൈവകൽപ്പനയനുസരിച്ച് ദൂതന്മാർ ഇറങ്ങി വരും. അടുത്ത ഭാഗം പറയുന്നത് 22:44 പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. അപ്പോൾ ഗെത്സമന തോട്ടത്തിലെ കർത്താവിൻ്റെ പ്രാർത്ഥന മുമ്പിലുള്ള വലിയ ആ വേദന നിറഞ്ഞതായിരിക്കുന്ന അനുഭവം. അടിയേൽക്കണം, കള്ളനെ പോലെ പിടിക്കപ്പെടണം, നിന്ദിക്കപ്പെടണം,
രോമം പിഴുതെടുക്കപ്പെടുന്ന അനുഭവങ്ങൾ, വസ്ത്രം ഉരിയപ്പെട്ട് നഗ്നനാക്കപ്പെടുന്ന അനുഭവങ്ങൾ കാൽവറി യാഗമായി തീരണം. അപ്പോൾ കർത്താവ് പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചു, അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പ്രാണനെ വെച്ചു കൊടുക്കുന്ന പ്രാർത്ഥന. കാരണം ജനത്തിന് പാപമോചനമുണ്ടാകണം, അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം, സ്വർഗീയ ഭവനത്തിലേക്ക് അവർ ചേർക്കപ്പെടണം. സ്വർഗതുല്യമായിരുന്ന ഏദെൻ തോട്ടം ആദാമിലൂടെ നഷ്ടപ്പെട്ടു പോയി. ഒടുവിലെത്തി ആദാം എന്ന വിശേഷണത്തോടുകൂടി ഇറങ്ങി വന്ന കർത്താവിലൂടെ ആ ഒരു സ്വർഗീയ അനുഭവം ജനതയ്ക്കുണ്ടാകണം. അപ്പോൾ അത് വേദന സഹിച്ചെങ്കിലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വേർപ്പ് തുള്ളി പോലെ ഒഴുകി ഇറങ്ങി. അപ്പോൾ കർത്താവിൽ നിന്ന് രക്തം ഒഴുകി ഇറങ്ങുവാൻ തുടങ്ങിയത് ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥന സമയം മുതലാണ്. തുടർന്ന് പീലാത്തോസിൻ്റെ ഗബദ എന്ന കളത്തളത്തിൽ, ഗോൽഗോത്ത ലക്ഷ്യം വെച്ച് യാത്ര ചെയ്ത പാതകളിൽ, ഗോൽഗോത്തയുടെ ഉന്നതങ്ങളിൽ കർത്താവിൻ്റെ രക്തം ഒഴുകിയിറങ്ങി. അപ്പോൾ അതിശ്രദ്ധയോടെ പ്രാണവേദനയിൽ ഉടയ വേദനയുടെ നടുവിൽ വേർപ്പ് തുള്ളിയായി വീണത് രക്തത്തുള്ളിയായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് കർത്താവ് മടങ്ങി വരുമ്പോൾ കർത്താവ് 3 പ്രാവശ്യം മടങ്ങി വന്നു. അപ്പോഴെല്ലാം ശിഷ്യന്മാർ പരീക്ഷകനെ ജയിക്കുവാൻ കഴിഞ്ഞില്ല, പരീക്ഷകനാൽ പിടിക്കപ്പെട്ടു. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ടു. കർത്താവിനോട് ചേർന്ന് ഉണർന്നിരിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ഈ പകൽക്കാലം, ഈ കാലഘട്ടങ്ങളിൽ ഉണർന്നിരുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ, ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ, പ്രാണവേദനയിൽ പ്രാർത്ഥിപ്പാൻ, കർത്താവേ നീ എന്നെ സഹായിക്കണം. പരീക്ഷകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് കർത്താവേ, അങ്ങനെ ജയിപ്പാൻ പ്രാർത്ഥന എന്ന ആയുധമെടുത്ത് പോരാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഗദസമനിലെ പ്രാർത്ഥന, പ്രാണൻ വെച്ചു കൊടുക്കുന്ന പ്രാർത്ഥന, പ്രാർത്ഥനയിൽ കർത്താവിനെ മാതൃകയാക്കിക്കൊണ്ട് പ്രാർത്ഥന ജീവിതം മുൻപോട്ട് നയിപ്പാൻ കർത്താവെ അങ്ങനെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.